സഭയിൽ എന്താണ് ഉണ്ടായത്? തുടക്കത്തിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു, പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടൊക്കെയുള്ള പ്രതിഷേധമല്ലേ? തീർച്ചയായും അനുജ, സാധാരണഗതിയിൽ ചോദ്യോത്തര വേളയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സഭയിൽ അങ്ങനെ ഉണ്ടാകാറില്ല. എന്തായാലും നിലവിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നു സഭ. പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ ചോദ്യോത്തരം ആരംഭിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അയ്യപ്പന്റെ സ്വർണം കട്ട വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. തുടർന്നാണ് ബാനറുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. നടുത്തളത്തിൽ ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം സർക്കാർ അപഹരിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ഈ വിഷയം ഞങ്ങൾക്ക് സഭയിൽ ഉന്നയിക്കാൻ ഒരു അവസരം നൽകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആദ്യ സമയം തന്നെ ഉന്നയിച്ചത്. തുടർന്നാണ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്പീക്കർ കൃത്യമായി തന്നെ ഇടപെടുകയും ജനങ്ങളോടുള്ള വെല്ലുവിളികളാണ്, അതുകൊണ്ട് തന്നെ ചോദ്യോത്തര നടപടികൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകണം, അല്ലെങ്കിൽ ഒരു തരത്തിലും അത്തരം തടസ്സപ്പെടുത്തരുത് എന്നുള്ളൊരു അഭ്യർത്ഥന സ്പീക്കർ മുന്നോട്ട് വെച്ചു. പക്ഷേ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ബാനറുകൾ സ്പീക്കറുടെ ഡയസിനെ മറച്ചുകൊണ്ട് ഉയർത്തിയാണ് പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നുള്ളതാണ് പ്ലക്കാർഡുകളിലും അതുപോലെ തന്നെ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ഉയർത്തിയ ബാനറിലും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇപ്പോൾ നിയമസഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തുടർന്നാണ് സ്പീക്കർ ഇടപെടുകയും അല്പനേരത്തേക്ക് സഭാ നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തത്. രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. കാരണം ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം സഭാ നടപടി, ചോദ്യോത്തര വേള നടത്തുന്നത്. ഇത് തടസ്സപ്പെടുത്തുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല, കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ് എന്നുള്ളതാണ് സ്പീക്കർ പറഞ്ഞത്. എന്നിട്ട് പോലും പ്രതിപക്ഷം പിന്തിരിയാൻ വേണ്ടി തയ്യാറായില്ല. സ്പീക്കറെയും സ്പീക്കറുടെ ഡയസിനെയും മറച്ചുകൊണ്ടാണ് ഈ പ്ലക്കാർഡും അതുപോലെ തന്നെ അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നുള്ള ഒരു ബാനറും ഉയർത്തിപ്പിടിച്ചത് എന്നുള്ളതാണ്. തുടർന്നാണ് സഭാ നടപടികൾ അല്പനേരത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് സ്പീക്കർ ഉത്തരവിടുകയും ചെയ്തു. എന്തായാലും ചോദ്യോത്തര വേള റദ്ദു ചെയ്യുകയും ഇപ്പോൾ ചെയ്തിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടി ഉച്ചയ്ക്ക് ശേഷം ചേരുന്നുണ്ട്. തുടർന്ന് ഈ ശബരിമല വിവാദം ഉൾപ്പെടെ ഉള്ളവ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നിലവിൽ നാളെ BJP പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി പ്രകടനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷം വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം MLA-യുടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം പിന്നോട്ട് പോയ പ്രതിപക്ഷം ഈ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആ ഒരു വിടവൊക്കെ തന്നെ നികത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ആ സാഹചര്യത്തിൽ ഈ കാര്യം ഉയർത്തിപ്പിടിച്ച് ശബരിമല സ്വർണ്ണ വിവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ന് ചോദ്യോത്തര വേള, അതിനുശേഷം അടിയന്തര പ്രമേയമാണ് ഉണ്ടാകേണ്ടത്. അടിയന്തര പ്രമേയം പോലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നുള്ളതാണ്. അത്തരം ഒരു അനുമതി അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ നിയമസഭയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോയത്. അനുജ, അതാണ് വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയത്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് കണ്ടത്. ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തി. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.